അന്യഗ്രഹജീവികളുടെ പേടകങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെടുന്നവരുടെ വാദങ്ങൾ ശരിയാണോ? അന്യഗ്രഹജീവികൾ അവരുടെ പേടകങ്ങളിൽ വന്നിട്ടുണ്ടോ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇക്കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും അലണ്ട വേൾഡ് 9.2ലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ വാദങ്ങളൊക്കെ ശരിയാണോ? നമുക്ക് ഈ വാദങ്ങൾ ശരിയാണ് എന്നും പറയാൻ സാധിക്കില്ല, ശരിയല്ല എന്നും പറയാൻ സാധിക്കില്ല. കാരണം അനുഭവങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അനുഭവിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു പട്ടി റോഡിലൂടെ വന്ന് നിങ്ങളെ കടിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾ റോഡിലൂടെ നടന്നു പോവുകയാണ്, അപ്പോൾ ഒരു പട്ടി നിങ്ങളെ കടിച്ചു. അപ്പോൾ അവിടെ CCTV ക്യാമറ ഇല്ല, നിങ്ങളെ പട്ടി കടിച്ചു എന്ന് തെളിവില്ല. പക്ഷെ നിങ്ങൾ ആൾക്കാരോട് പറയുകയാണ്, അവിടെ ഒരു പട്ടിയുണ്ട്, ആ പട്ടി എന്നെ കടിച്ചു, മുറിവ് ഇതാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. നിന്നെ പട്ടിയൊന്നും കടിച്ചില്ല, ഇത് ഇരുമ്പ് കൊണ്ടതാണ്, എന്തോ ആണി എങ്ങാണ്ട് നിൻ്റെ കയ്യിൽ കുത്തി കയറിയാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലേ? അതായത് അതൊരു അനുഭവമാണ്. അതേപോലെ അന്യഗ്രഹജീവികളെ കണ്ടു, അന്യഗ്രഹജീവികളുടെ UFOകൾ, അതായത് പറക്കും തളികകൾ കണ്ടു എന്ന് അവകാശപ്പെടുന്നവരുടെ വാദവും നമുക്കൊരിക്കലും തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. അതവരുടെ അനുഭവങ്ങളാണ്. ശാസ്ത്രത്തിനിന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതൊരു നിഗൂഢതയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ അന്യഗ്രഹജീവികൾ, അവർ പുരോഗമിച്ച അന്യഗ്രഹജീവികളായിരിക്കാം. അവർ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ ഭൂമിയിലേക്ക് എപ്പോഴും വരുന്നുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നു മാത്രവുമായിരിക്കാം. പക്ഷേ നേരെ തിരിച്ചുമായിരിക്കാം. ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമായിരിക്കാം. അന്യഗ്രഹജീവികൾ ഭൂമിയിലേക്ക് വരുന്നില്ലായിരിക്കാം, നമ്മുടെ തോന്നൽ മാത്രമായിരിക്കാം അത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അന്യഗ്രഹജീവികളും അന്യഗ്രഹജീവികളോട് കാണിക്കുന്ന ത്വരയും, അതായത് മനുഷ്യന് അന്യഗ്രഹജീവികളോട് വലിയ ഒരു ഇഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യമാണ് ആ ഇഷ്ടത്തിൻ്റെ കാരണം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Hey there. Subscribe to my channel. And also press this bell icon.